ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷ് ഏട്ടൻ്റെ കാര്യങ്ങൾ നമ്മുടെ ഹരീഷിന് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് നിൽക്കുക. അപ്പോൾ ഈ നീതു വന്നപ്പോൾ നീതുവിനെ മാക്സിമം വീട്ടിലേക്ക് നിർത്തുക എന്നുള്ളൊരു കാര്യം സുധീഷ് പറഞ്ഞ് ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നമ്മുടെ സുഭാഷ് ഏട്ടനെ പറ്റി ആലോചിച്ചോ എന്നങ്ങനെ ചോദിക്കുക കേട്ടോ നമ്മുടെ ഹരീഷ് സുധീഷിനോട്. എടാ, നീതു അല്ല ഇപ്പം ഇങ്ങോട്ട് ഓടി വന്നത്, അപ്പോൾ ആ പ്രശ്നമല്ല നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. അതിനിടയിൽ സുഭാഷ് ഏട്ടനെ പറ്റിയൊക്കെ ആലോചിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇതെല്ലാം അച്ഛൻ സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ഇത്ര വിവേകമില്ലേ സുധീഷ് ഏട്ടാ? ഞാനിപ്പോൾ കല്യാണം കഴിച്ച സുഭാഷ് ഏട്ടൻ്റെ അവസ്ഥ എന്താകുമെന്ന് ഹരീഷ് ചോദിക്കുക. സുഭാഷ് ഏട്ടൻ അത് തെറ്റായിട്ടൊന്നും എടുക്കത്തില്ല, നീ എന്തിനാ അതിനെപ്പറ്റിയൊക്കെ പറയുന്നത് ചോദിക്കുമ്പം സുഭാഷ് ഏട്ടൻ തെറ്റായിട്ട് എടുക്കില്ലായിരിക്കാം, പക്ഷേ സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കാണ്ടിരിക്കുമ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്നത് തെറ്റല്ലേ എന്ന് ചോദിച്ചു. ഞാനിതെങ്ങനെ ഓക്കെ എന്ന് പറയും, എനിക്കൊരു മനസാക്ഷി ഇല്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ എന്നാ ചെയ്യാം. അല്ലെങ്കിൽ തന്നെ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം പലതവണയായിട്ട് മുടങ്ങിയതാണ്. മറ്റുള്ളവരുടെ കല്യാണം നടക്കുകയും സുഭാഷ് ഏട്ടൻ്റെ നടക്കാതിരിക്കുകയും ചെയ്താൽ നാട്ടുകാരെന്താ പറയുകയെന്ന് ഹരീഷ് ചോദിച്ചു. എടാ, നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ വാഴില്ലെന്നല്ലേ നാട്ടുകാർ പറയുന്നേ. ഇപ്പം നിധിയില്ലേടാ, ഇനി നീതു കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പേരുദോഷം അങ്ങോട്ട് ഇല്ലാണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പം സുധീഷേട്ടൻ വേറെ ഏതോ ലോകത്തു നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഹരീഷ് പറയുക. അല്ലെങ്കിൽ തന്നെ എവിടെ പോയാലും താഴെയുള്ളവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മൂത്തവൻ്റെ കഴിഞ്ഞില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് നിൽക്കുന്നത്. ഇനി എൻ്റെയും കൂടെ കഴിഞ്ഞാൽ എന്തായിരിക്കും ചോദ്യം? പിന്നെ സുഭാഷേട്ടൻ്റെ കല്യാണം നടക്കുന്നു തോന്നണുണ്ടോ എന്ന് ഹരീഷ് ചോദിച്ചപ്പോൾ അച്ഛൻ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അടുത്തവണ പെണ്ണ് കാണാൻ പോകുമ്പോൾ അനിയന്മാരുടെ കല്യാണം കഴിഞ്ഞിട്ടും ഏട്ടൻ്റെ കല്യാണം നടക്കാത്തത് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി നമ്മൾ പറയും എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് സുഭാഷേട്ടൻ നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കണമെന്ന് പറ, അങ്ങനെ വേണോ? എൻ്റെ സന്തോഷത്തിന് വേണ്ടി സുഭാഷേട്ടൻ്റെ സന്തോഷം ഇല്ലാണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ബെസ്റ്റ് കൊള്ളാം എന്നും പറഞ്ഞ അച്ഛൻ ഇങ്ങനെ അവിടെ ഇരിക്കുക. ദേ നോക്ക് സുധീഷേട്ടാ, ഇത് നടക്കില്ല. സുഭാഷേട്ടൻ്റെ കല്യാണം ആവാണ്ട് ഞാൻ ഒരിക്കലും നീതുവിന് വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എടാ വിവരദോഷികളെ എന്നും പറഞ്ഞ അച്ഛൻ എഴുന്നേറ്റ് വരിക. എടാ, ഒരു പെണ്ണിങ്ങോട്ട് തേടി വന്നിട്ട് എങ്ങനെയെങ്കിലും അതിനെ ഒഴിവാക്കാനാണോടാ നോക്കുന്നതെന്ന് ചോദിച്ചു. അതിനെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള വഴി നോക്കടാ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ മകന് പറഞ്ഞു കൊടുക്കുക. നിൻ്റെ സുഭാഷേട്ടൻ ഈ ജന്മം കല്യാണം നടക്കത്തില്ല. ഒറ്റ മരത്തിലെ കുരങ്ങനെ പോലെ ജീവിതകാലം മുഴുവൻ അവൻ അങ്ങ് കഴിയും. അത് അവൻ്റെ തലയിലെഴുത്താണെന്ന്. അപ്പോൾ ഇയാളെ എന്ന് പറഞ്ഞ ഹരീഷ് വിട്ടേക്കാൻ പറഞ്ഞു സുധീഷ്. പിന്നെ പറഞ്ഞിട്ടില്ല സുധീഷേട്ടാ, എടാ ആ കുട്ടി അകത്തുള്ളപ്പോഴാണ് ഇവിടെ വടവുണ്ടാക്കുന്നതെന്ന് ചോദിച്ചു സുധീഷ് നേരവേ. ദേ, നിങ്ങളുടെ മകനായിട്ട് പിറന്നു എന്നുള്ളത് മാത്രമാണ് സുഭാഷ് ഏട്ടനുള്ള ഒരേ ഒരു ദോഷം. അത് നിങ്ങൾക്കും അറിയാവോ? വേറൊരു തടസ്സവും സുഭാഷ് ഏട്ടൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഹരീഷ് നിൽക്കുമ്പം നീ നോക്കിക്കോ, അത് നടക്കാനൊന്നും പോകുന്നില്ല. എല്ലാ പെണ്ണുങ്ങളെയും പെങ്ങന്മാരായിട്ട് കാണാനാണ് അവൻ്റെ യോഗമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും തല്ലാൻ പാകത്തിന് ചെല്ലുക ഹരീഷ്. സുധീഷ് നേരം തടഞ്ഞു. സത്യം പറയുമ്പോൾ എൻ്റെ മെക്കിട്ട് കയറിയിട്ടൊന്നും കാര്യമില്ല, അവൻ്റെ ജാതകം അതാണെന്നൊക്കെ പറയുമ്പോൾ ജാതകം തൊലി എന്നും പറഞ്ഞിങ്ങനെ നിൽക്കായിട്ട് വരും. നിങ്ങളൊന്ന് പോകാൻ നിൽക്കിയ പോയി എന്നും പറഞ്ഞിങ്ങനെ അച്ഛനെ പറഞ്ഞു വിട്ടു. സുഭാഷ് ഏട്ടൻ്റെ കല്യാണം കഴിയാണ്ട് എനിക്കത് ആലോചിക്കാനേ പറ്റില്ല സുധീഷ് ഏട്ടാ, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. എടാ, അപ്പം നീതുവോ? എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നും. അവൾ തിരിച്ചു പോകില്ല എന്ന് പറഞ്ഞാൽ പോവില്ല എന്നും ഹരീഷ് പറയുക. പകരം കല്യാണമെന്നും പറഞ്ഞ് എനിക്ക് പറ്റില്ല സുധീഷേട്ടാ, ഞാനത് ചെയ്യില്ല സുധീഷേട്ടാ എന്നും പറഞ്ഞ് ഹരീഷ് നിൽക്കുന്നു. അപ്പോൾ വഴിയുണ്ടാക്കാം, ടെൻഷൻ അടിക്കാതെ എന്നും പറഞ്ഞ് സുധീഷ് എന്നിട്ടിങ്ങനെ ഹരീഷിനെ സമാധാനിപ്പിക്കുക. ഈ സമയത്ത് നിധി നമ്മുടെ നീതുവിന് ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കേട്ടോ. താങ്ക് യു ഒക്കെ പറഞ്ഞിരിക്കാം. ചായ ചേച്ചി ഉണ്ടാക്കിയതാണോ? അപ്പോൾ അതെ. അത്ര പോരാ കേട്ടോ എന്ന് നീതു. ഇപ്പോൾ നമ്മുടെ നിധി ഇങ്ങനെ നിൽക്കാം. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതായിട്ടോ, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ചായ ഞാനുണ്ടാക്കിയതാണെന്നേ, ഞാനും വെറുതെ പറഞ്ഞതാ, സുഭാഷ് ഏട്ടനെ ഉണ്ടാക്കിയതെന്ന് നിധി. അപ്പോൾ ഓഹോ, അപ്പം അങ്ങനെ അത് പറ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നമ്മുടെ നീതു അവിടെ ഇരിക്കുന്നു. ഹരീഷിൻ്റെ എൻ്റെയും കല്യാണം നടക്കുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ നിധിക്ക് ഒരു ചുമ പോലെ വന്നു. നിധി ഒന്ന് ചുമയ്ക്കാം. നടന്ന് ഞാൻ ഹാപ്പി ആയിട്ടോ, വീട്ടിലോട്ട് പിന്നെ തിരിച്ചു പോകണ്ടല്ലോ, ഇവിടെ തന്നെ കൂടാവല്ലോ എന്നൊക്കെ നീതു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നിധി എന്ന് അടുത്തിരുന്നു. എന്നിട്ട് നീതുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കല്യാണം എന്നൊക്കെ പറയുന്നത് അത് വലിയ വിഷയമല്ലേ നീതു, ആ തീരുമാനമൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ എന്ന് നിധി ഇങ്ങനെ ചോദിക്കുമ്പം എന്താ ഇപ്പം ഇത്ര വലിയ വിഷയമായിട്ടുള്ളത്? കല്യാണം കഴിക്കാൻ പോകുന്ന 2 പേർക്ക് ഓക്കെ ആണെങ്കിൽ കല്യാണം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ, അതല്ലേ നല്ലതെന്ന് നിധി ചോദിച്ചു. അപ്പം നീ ചെറിയ കുട്ടിയല്ലേ നീതു? ചെറിയ കുട്ടിയോ? ഞാനോ? ഞാനും ചേച്ചിയും തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസം ഉണ്ടെന്നാണ് വിചാരമെന്ന് നീതു അന്നേരം ചോദിച്ചു. നീ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോഴിങ്ങനെ കല്യാണം കഴിക്കാനൊക്കെ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ പഠിപ്പൊക്കെ എപ്പോൾ വേണമെങ്കിലും നിർത്താമെന്നേ, വീട്ടിലിരിക്കാൻ വയ്യാത്തതുകൊണ്ട് കോളേജിൽ പോകുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ അത്രയിൽ പഠിപ്പിച്ചിട്ടൊന്നും അല്ല. കല്യാണം പഠിപ്പ് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ ഞാൻ കല്യാണം എന്നേ പറയുള്ളൂ നീതു പറഞ്ഞപ്പം അവർ പുറത്ത് അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. എന്താ ഡിസർവ് ചെയ്തതെന്നൊന്നും അറിയില്ല എന്ന് നീതു പറഞ്ഞപ്പം എന്ത് വേണമെങ്കിലും ഡിസൈഡ് ചെയ്തോട്ടെ, പക്ഷേ എന്നോട് ആ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ മാത്രം പറയരുത്, ഞാൻ പോവില്ല. അടി വാങ്ങിച്ച് കൂട്ടാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാണ് ഞാൻ പറയണേന്ന് നീതു നിധിയോട് പറഞ്ഞു. അടിയെന്ന് വെച്ചാൽ എന്നെ അടിയാണെന്നറിയാമോ? ഒരു ഭാഗത്ത് ഭദ്രകാളിയമ്മ, അപ്പുറത്ത് കാലമാടൻ ചേട്ടൻ. മുതുകെല്ലാം ചുമന്ന് നീര് വെച്ചിരിക്കുകയാണെന്ന് നീതു. അത് കണ്ട ചേച്ചി എന്നെ പറയും അവിടേക്ക് ഇനി തിരിച്ചു പോകണ്ടെന്ന്. എത്ര നേരം ഞാൻ കഥ കുറ്റിയിട്ട് അകത്തിരിക്കും
ഹരീഷിനോട് മിണ്ടരുത്, ഹരീഷിനെ കാണരുതെന്നും പറഞ്ഞാണ് അടി മുഴുവനും. രണ്ടും എനിക്കും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴോ അപ്പോൾ പിന്നെ എന്നാ ചെയ്യൂ എന്നൊക്കെ നീതു ഇങ്ങനെ നിധിയോട് കാര്യങ്ങൾ ചോദിക്കാം. ശബ്ദം താഴ്ത്തുന്ന ഫോൺ ചെയ്യാൻ പോലും ആ വീട്ടിൽ പറ്റത്തില്ല. എന്തൊക്കെ സംഭവിച്ചാലും ആ വീട്ടിലേക്ക് ഞാൻ ഇനി തിരിച്ചു പോവില്ല എന്നും അത് പറയുക. അങ്ങനെ അതും പറഞ്ഞ് അവരവിടെ ഇരിക്കുന്നു. ആ സമയത്ത് നിധി സുഭാഷിൻ്റെ അടുത്തേക്ക് ചെന്നു. ആ കുട്ടി എന്താ പറഞ്ഞതെന്ന് സുഭാഷ് ചോദിച്ചു. അവൾക്ക് വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പറ്റില്ലെന്ന് അവൾ പറഞ്ഞത്, അങ്ങോട്ടേക്ക് പറഞ്ഞയക്കില്ലെന്ന് അവൾ പറയുന്നതെന്നും നിധി പറയുക. പിന്നെ എന്താടാ എന്താ കാര്യം സംസാരിച്ചോ എന്ന് ചോദിച്ചു. അപ്പം അത് സുഭാഷ് ഏട്ടാ, ഈ കല്യാണമാണ് ഒരേ ഒരു വഴിയെന്നാണ് എനിക്ക് തോന്നുന്നത്, പക്ഷേ ഹരീഷ് അതിന് സമ്മതിക്കുന്നില്ല എന്ന് സുധീഷ് അന്നേരം പറഞ്ഞു. അപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ടേക്ക് വന്നു ഇവരുടെ സംസാരം കേട്ടുകൊണ്ട്. അല്ല, ഇവൻ പറയുന്നതിലും കാര്യമുണ്ടെന്നൊക്കെ എനിക്ക് അറിയാം, പക്ഷേ എടാ കല്യാണം നടത്തുന്നതിൽ പ്രശ്നം ഉണ്ടായിട്ടൊന്നും അല്ല, അന്നേരം വേണ്ട, അതിനെപ്പറ്റി ഇപ്പോൾ സംസാരിക്കേണ്ട, അതൊന്നും ശരിയാകുന്ന കാര്യമല്ല എന്ന് നമ്മുടെ ഹരീഷ് പറയാം. എടാ ആ കുട്ടീനെ അല്ലാണ്ട് ഇവിടെ നിർത്താൻ പറ്റത്തില്ലടാ എന്ന് സുഭാഷ് പറഞ്ഞു. ദേ കല്യാണമാണ് പരിഹാരമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, ഇനി അതാണെങ്കിൽ അത് ചെയ്തേ പറ്റുള്ളൂ എന്ന് സുഭാഷ് പറഞ്ഞുകൊണ്ട് ഹരീഷ് ഇങ്ങനെ നേരെ നിൽക്കുക കേട്ടോ. അപ്പം എടാ അതെ ദേ ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറയാമെന്ന് പറഞ്ഞ അച്ഛൻ വന്നു. അയ്യോ എൻ്റെ പൊന്നതേ അത് അഭിപ്രായം പറയാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയിക്കുക, അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞു സുധീഷ്. എടാ പ്രായത്തിൻ്റെ പക്വത വെച്ചാൽ ഞാൻ പറയുന്നത്, പിന്നെ പക്വത നിങ്ങളുടെ പക്വത ഇല്ലാതെ തന്നെ ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചില്ലേ, ഇനി അങ്ങനെ തന്നെ കഴിഞ്ഞാൽ മതി, നിങ്ങൾ വന്നേന്ന് പറഞ്ഞ സുധീഷ് അച്ഛനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകും. വിടറാ എന്നെ വിടടാ, ദേ നല്ലത് നായിക്കും നിങ്ങൾക്കും ചേരില്ല, അത്രേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അങ്ങ് പോയി. വേണ്ടെങ്കിൽ വേണ്ട, ഒരു നല്ല കാര്യം പറയാമെന്ന് വെച്ചാൽ ഓരോരുത്തരും തലയിലോട്ട് കയറത്തില്ലെന്ന് പറഞ്ഞാൽ അച്ഛൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അച്ഛൻ അങ്ങ് പോയി കഴിഞ്ഞപ്പം എന്തായാലും കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനിക്കണം സുഭാഷ് ഏട്ടാ, ഇങ്ങനെ നിർത്തിയാൽ പറ്റില്ല, അവരാദ്യം അന്വേഷിച്ച് വരുന്നത് ഇങ്ങോട്ടേക്കായിരിക്കും, പിന്നെ എന്താ ഉണ്ടാവുകയെന്ന് അറിയത്തില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിധി ഇവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ സുഭാഷ് ഏട്ടാ ഞാൻ നീതുവിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഹരീഷ് നീതുവിനോട് സംസാരിക്കാനായിട്ട് മുറിയിലേക്ക് ചെല്ലുക. നീതു നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? പോകാം, വാ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ബാഗും എടുത്തുകൊണ്ട് പോകുക. അപ്പോൾ ബാഗും എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേക്കും ബാഗ് എന്തിനാ എടുക്കണേ? അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇറങ്ങി ഇങ്ങനെ അവിടെ വന്ന് നിൽക്കുന്നു. അപ്പോഴത്തേക്ക് നിങ്ങളാരും പേടിക്കണ്ട, ഞങ്ങൾ ഇപ്പോൾ വരാം, ഞാൻ ഇങ്ങോട്ട് തന്നെ വരുമെന്നും പറഞ്ഞു നമ്മുടെ ഹരീഷ്. നീ വന്നേ എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകട്ടെ. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോകുമ്പോൾ കഷ്ടം എന്ന് പറഞ്ഞാൽ അച്ഛൻ അവിടെ ഇരിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പോയി അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നു. രണ്ടുപേരും ഇങ്ങനെ കുറേ നേരം മുഖത്തോട് മുഖം നോക്കിയിരുന്നു. അപ്പോൾ കുടിക്കാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചു. ആ ചേട്ടൻ കുറേ ലിസ്റ്റൊക്കെ പറഞ്ഞു. അതിലൊരു ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു സാധനം പറയുകയും ചെയ്തു. അങ്ങനെ നീതുവിനോട് കാര്യങ്ങളൊക്കെ ഹരീഷ് ചോദിക്കുക, എന്താ ശരിക്കും സംഭവിച്ചത്, എന്താണ് ഉണ്ടായത് എന്നുള്ളത്. അപ്പോൾ വീട്ടിൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മുടെ നീതു പറഞ്ഞു. അപ്പോൾ ആ വീട്ടിൽ ഞാൻ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിന്നെ മറക്കണം എന്ന് എന്നോട് പറഞ്ഞത് അച്ഛൻ്റെ ഓപ്ഷൻ അതായിരുന്നു, ഞാൻ ഫസ്റ്റ് ഓപ്ഷനെ തിരഞ്ഞെടുത്ത്, അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണെന്ന് നീതു ഇങ്ങനെ ഹരീഷിനോട് പറയുമ്പോൾ ഹരീഷ് ആകെ ധർമ്മസങ്കടത്തിലായി വീണ്ടും. അപ്പോൾ ഹരീഷ് നമ്മുടെ നീതുവിൻ്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചു. അപ്പോൾ നീതു ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. എന്താ അപ്പത്തേന് ഹരീഷ് ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണല്ലോ. അപ്പം നീതു എന്നും പറഞ്ഞ് വിളിച്ചു. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നീതു എന്ന് ഹരീഷ് പറയുമ്പം എന്താ നീ പറഞ്ഞേ? അപ്പോൾ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ നീതുവിന് ഭയങ്കര സന്തോഷം. ഒരു വട്ടം കൂടി നീ ഒന്ന് പറഞ്ഞ്. അപ്പം വീണ്ടും നമ്മുടെ ഹരീഷ് പറഞ്ഞു, ഈ ഒരു വാക്കിന് വേണ്ടി ഞാൻ എത്ര കാലമായി കാത്തിരിക്കുന്നതെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു. അങ്ങോട്ട് എത്ര തവണ ഐ ലവ് യു പറഞ്ഞാലും നീ തിരിച്ചത് എന്നോട് പറയാറില്ല എന്ന് നീതു പറയാം. ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയല്ലോ അത്, ഇനിയെങ്കിലും അത് പറയാതിരിക്കരുത് എന്നെനിക്ക് തോന്നി. എനിക്കോ എൻ്റെ വീട്ടുകാർക്കും വേണ്ടി സ്വന്തം കുടുംബത്തെ വരെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ലേ നീ എന്ന് ഹരീഷ് പറഞ്ഞു. അപ്പം നീ എന്നെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോയി വിടില്ലെന്ന് ഉറപ്പാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ബാഗും എടുത്ത് ബൈക്കിൽ കയറ്റി പോരുമ്പോൾ എൻ്റെ സംശയം മൊത്തം അതായിരുന്നു എന്ന് പറഞ്ഞപ്പം ഞാനായിട്ട് ഒരിക്കലും നിന്നോട് തിരിച്ചു പോകാൻ പറയില്ല എന്നും, പക്ഷേ എന്നിട്ട് കൈ അങ്ങ് വിടിയിച്ചു. അപ്പോഴത്തേക്ക് നീതുവിന് ഭയങ്കര ഒരു വിഷമം. എനിക്ക് ഉടനെ നിന്നെ വിവാഹം കഴിക്കാനുള്ളൊരു സാഹചര്യം അല്ല നീതു ഉള്ളതെന്ന് പറയുമ്പോൾ നീതു ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കും കേട്ടോ. അല്ല അതിനർത്ഥം നിന്നെ ഇഷ്ടമില്ല എന്നൊന്നുമല്ല, ഒരുപാട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എൻ്റെ ജീവിതത്തിൽ നീ ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഹരീഷ് പറയണു. പക്ഷേ ഇപ്പം നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് നിവൃത്തിയില്ല എന്ന് ഹരീഷ് പറയുമ്പോൾ നീതുവിന് ഭയങ്കര സങ്കടം. എൻ്റെ വീട്ടിലൊരു കല്യാണം നടക്കുമെന്ന് ഞങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നും, അപ്പോഴാണ് സുധീഷ് ഏട്ടൻ കല്യാണം കഴിച്ച് വന്നതെന്നുള്ള കാര്യം ഹരീഷ് പറയുവാണ്. അതിനുശേഷം സുഭാഷ് ഏട്ടന് പെണ്ണാലോചിച്ച് പോകുമ്പോഴൊക്കെ ചേട്ടൻ ഇരിക്കെ അനിയൻ പെണ്ണ് കിട്ടിയത് എന്താണെന്നൊക്കെയാണ് ചോദ്യം എന്നുള്ള കാര്യം പറയണം. അല്ലെങ്കിൽ തന്നെ സുഭാഷ് ഏട്ടന് കല്യാണം ആലോചിച്ച് പോകുമ്പോഴൊക്കെ ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. സുധീഷ് ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞപ്പം അതും ഒരു തടസ്സമായി. ഇനി എൻ്റെ കൂടി കല്യാണം കഴിഞ്ഞാൽ പിന്നെ സുഭാഷ് ഏട്ടനൊരു ജീവിതം എന്നുള്ളത് അത് നടക്കാതെ പോകുമെന്നും അതിന് എനിക്ക് സാധിക്കില്ല എന്നും ഹരീഷ് പറയുക കേട്ടോ. അതാദ്യം നടക്കണം നീതു, എന്നിട്ട് നമുക്ക് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹരീഷ് വിവരങ്ങളെല്ലാം പറയുമ്പം ശരി ആയിക്കോട്ടെ എന്ന് നീതു സമ്മതിച്ചു. പക്ഷെ നീ തിരിച്ച് വീട്ടിൽ പോകണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പിന്നെയോ
കല്യാണം കഴിക്കാതെ നിൻ്റെ വീട്ടിൽ താമസിപ്പിക്കാൻ പോവാണെന്ന് ചോദിച്ചപ്പം അതൊന്നും ശരിയാവുന്ന കാര്യമല്ല, പിന്നെന്താ ചെയ്യേണ്ടത്? അത് പിന്നെ ഞാനൊരു ഹോസ്റ്റൽ അറേഞ്ച് ചെയ്ത് തരട്ടെ നിനക്ക്. ഹോസ്റ്റലോ? ആ, അപ്പോൾ ഏട്ടത്തി ഒരു ഹോസ്റ്റലിൽ നിന്നിരുന്നു. ഏട്ടത്തിയോട് പറഞ്ഞ് അവിടെ ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞപ്പം അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു നീതു. പിന്നെന്ത് ചെയ്യുന്നത്? ഞാൻ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പൊക്കോളാം എന്ന് പറയാം. അപ്പോൾ അയ്യോ, അത് വീണ്ടും പ്രശ്നമായാലോ? ഇല്ലെന്നേ, ഞാനത് മാനേജ് ചെയ്തോളാമെന്ന് നീതു പറയാം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു വഴക്കിട്ടെത്തിയും തിരിച്ച് ഞാനും വഴക്കിടുമെന്ന് നീതു. നിന്നെയും കല്യാണം കഴിച്ച് ആ മാലയും കഴുത്തിലിട്ട് മാസമായി തിരിച്ച് നിൽക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇറങ്ങിപ്പോകുന്നത്. പക്ഷേ നിൻ്റെ വിഷമങ്ങളും വിഷയങ്ങളും ഒന്നും ഞാൻ ഓർത്തില്ലടാന്ന് നീതു പറയുന്നു. സാരമില്ല, സുഭാഷ് ഏട്ടൻ്റെ കല്യാണം വേഗം നടത്താൻ നോക്കാൻ പറഞ്ഞു. അതുവരെ ഞാൻ വീട്ടിൽ തന്നെ നിന്നോളാവെന്നും പറഞ്ഞു. അപ്പോൾ നീ ദേഷ്യത്തിലല്ലല്ലോ പറയുന്നേ? എന്തിനാടാ? നീ പറഞ്ഞ പോയിന്റ് അത് വാല്യൂഡ് ആയിട്ടുള്ള പോയിന്റാ. അത് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നതിൽ എന്ത് കാര്യമുള്ളതെന്ന് നീ ഇത് ഹരീഷിനോട് ചോദിച്ചു. ഹരീഷിന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവർ രണ്ടുപേരും ജ്യൂസൊക്കെ കുടിച്ചു. അങ്ങനെ കാര്യങ്ങൾക്കൊരു ധാരണയായി. അത് കഴിഞ്ഞ് പിന്നെ ഇവരവിടെ വീട്ടിലിങ്ങനെ വെകളി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോൾ സുധീഷിനാണ് ടെൻഷൻ മുഴുവൻ. അപ്പോൾ സുഭാഷ് ഇറങ്ങി നിന്നിട്ട് ചോദിച്ചു, നിനക്കെന്താടാ വയറ്റിലെല്ലാം എരിച്ചിലും ഉണ്ടോ? അതാണ് നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണമെന്ന്. നീ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങനെ എരിവരി സഞ്ചാരം കൊള്ളുന്നേ? എന്താടാ സുഭാഷ് ഏട്ടൊന്നും പറഞ്ഞാൽ മനസ്സിലാകാത്തതുപോലെ സംസാരിക്കുന്നത്? അവൻ പോയിട്ട് എത്ര നേരം ഇതുവരെ വന്നില്ല. ഇനി അവളെയും കൂട്ടിക്കൊണ്ട് ഹരീഷേട്ടൻ പോയി കാണുമെന്നുള്ളൊരു ടെൻഷനാ അവന്. എടാ അങ്ങനൊരു എൻ്റെ ദൈവമേ, എനിക്ക് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഹരീഷിൻ്റെയും ഓർത്തിങ്ങനെ നമ്മുടെ സുധീഷ് ഭയങ്കരമായിട്ട് ടെൻഷനാവുക. ഇനി എങ്ങാനും അവനും അവളും കൂടെ തന്നെ പോയി കല്യാണം കഴിച്ചാലോ? അങ്ങനെയാണെങ്കിൽ ഹരീഷേട്ടൻ ഒറ്റയ്ക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമോ? അവരെത്ര ആളുണ്ടെന്ന് പോലും അറിയില്ല. കാരണം കല്യാണം കഴിച്ചോ അല്ലെങ്കിൽ അവർ വന്ന് ആക്രമിച്ചോ ഇതൊന്നും അറിയില്ലാത്ത അങ്ങനെയൊക്കെ സാധ്യതയിട്ട് ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല ഇനിയിപ്പം അവനെ എന്തെങ്കിലും ചെയ്ത് അവർ അവളെ കൊണ്ട് പോയി കാണുമോ എന്നൊക്കെ ഇങ്ങനെ സുധീഷ് ചോദിക്കും കേട്ടോ. ചുമ്മാ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി ഇടാന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ആദ്യം നമ്മളെ ഫോൺ വിളിച്ച് പറയില്ല, അപ്പോൾ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ തൽക്കാലം എല്ലാവരും ഒന്ന് ക്ഷമയോടെ ഇരിക്കെ അവരിങ്ങ് വരട്ടെ എന്നും കല്യാണം എന്നുള്ളതാണ് അവരുടെ തീരുമാനമെങ്കിൽ നമുക്കപ്പോൾ നോക്കാമെന്ന് പറഞ്ഞു നിധി. അത് നമുക്ക് നടത്തി കൊടുക്കാമെന്നും സുഭാഷ് പറയാം. അപ്പോൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം പിന്നെ അവിടെ നീതുവിൻ്റെ അച്ഛനും അമ്മയും ആങ്ങളെയും കൂടി ഭയങ്കര വിഷമത്തിലിരിക്കുക. അപ്പം നീതു വീട് വിട്ടു പോയെന്ന് കേട്ടല്ലോ എന്ന് പറഞ്ഞൊരു ചേച്ചി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ശാന്തി എന്നും പറഞ്ഞുകൊണ്ട് ചേട്ടൻ അന്നേരം പറയാം. പക്ഷേ അവൾ ഭാഗം തൂക്കി പോകുന്നത് കണ്ടവരുണ്ടല്ലോ എന്നാ ചേച്ചി ഇങ്ങനെ വന്ന് പറയണു. അപ്പം ഞാൻ റേഷൻ വാങ്ങി വരികയായിരുന്നേ, ആളുകൾ പറയുന്നത് കേട്ടപ്പോൾ ചോദിച്ചു നോക്കാമെന്ന് കരുതിയതാണെന്നൊക്കെ ചേച്ചി പറയും. അമ്മ ഇരുന്ന് ഭയങ്കര കരച്ചില്ല. അപ്പോൾ ചോദിച്ചു കഴിഞ്ഞില്ലേ, എന്നാൽ പൊയ്ക്കൂടെ എന്ന് അഖിൽ അന്നേരം വയ്ക്കാം. നിൻ്റെ തല്ല് സഹിക്കാതെ ആയിരിക്കും അവൾ പോയിട്ടുണ്ടാവുക, ചോദിക്കാം വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്നാ ചേച്ചി. അപ്പോൾ അത് എടി എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഒച്ച വയ്ക്കുന്നു. എൻ്റെ മോള് വീട് വിട്ട് ഇറങ്ങിപ്പോയടി, അവൾ എങ്ങോട്ട് പോയാലും നിനക്കൊന്നും ഇല്ലല്ലോ, ഒന്ന് പോകാൻ നോക്കുന്നു പറഞ്ഞുകൊണ്ട് ഒച്ച വെച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ ഹരീഷ് നീതുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു. നീതുവിനെ വഴിയിൽ ഇറക്കി വിടുവാണ്. ഇങ്ങനെ നീതു രണ്ടും കൽപ്പിച്ച് ഇങ്ങനെ പോകാൻ നിൽക്കും. അപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ നീതുവിനെ. ദൈവമേ എന്നെ കൊല്ലാൻ നിൽക്കുന്നതാണോ എന്ന് ചോദിച്ചു. എന്നെ അവർ കണ്ട സ്ഥിതിക്ക് നേരിട്ട് ചെന്ന് ഇറങ്ങാം, നീ വാ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ബൈക്കിൽ ചെന്ന് അവരുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങുന്നു. അച്ഛനും അമ്മയും നോക്കുമ്പോൾ ഹരീഷിനെ കെട്ടിപ്പിടിച്ച് അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ വന്ന് ഇറങ്ങി ഇങ്ങനെ നിൽക്കുക. നീ എവിടേക്കാണ് മോളെ പോയതെന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ എന്താ ശാന്തേച്ചി, നീ വീട് വിട്ടു പോയെന്ന് ആളുകൾ പറഞ്ഞു, നിൻ്റെ അമ്മയോട് ചോദിച്ചപ്പം എൻ്റെ നേരെ ഒരു ചാട്ടം. അപ്പോഴേക്കും അഖിലും അമ്മയും അച്ഛനും കൂടെ ഇറങ്ങി വരിക. ഇയാളെ കണ്ടോ, ഇതാണ് ഹരീഷ്, എൻ്റെ ബോയ് ഫ്രണ്ടാണെന്നും ഞാൻ ഇവനെ കാണാൻ പോയതാണെന്നും നീ ഇത് പറയുക. കണ്ടു തിരിച്ചു പോകുന്നു. ഈശ്വരാ, എല്ലാവരും അന്താളിച്ചിങ്ങനെ നിൽക്കാം. അവനെ തിരിച്ച് കൊണ്ടാക്കുകയും ചെയ്തു. എന്താ മതിയോ എന്ന് ചോദിച്ചു. അതൊക്കെ അഖിലൊക്കെ ഇങ്ങനെ നോക്കൂ കേട്ടോ, ഭയങ്കര കലിപ്പിൽ. അപ്പം ഇനി ഇവളെ പഴയതുപോലെ തല്ലാനോ ചവിട്ടാനോ നിന്ന് ചോദിക്കാൻ ആളില്ല എന്ന് കരുതരുത് കേട്ടല്ലോ എന്ന് അഖിലിനോട് നമ്മുടെ ഹരീഷ് പറയട്ടോ. അപ്പത്തേനും അമ്മ കല്ലും കടിച്ചു പിടിച്ചിങ്ങനെ നിൽക്കുക. അച്ഛനും നീ ചെല്ല് എന്നും പറഞ്ഞ ഹരീഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാനും പറഞ്ഞ് അവിടുന്ന് പോകുന്നു. നമ്മുടെ നീതു അകത്തേക്ക് കയറി പോയി. അഖിലം നേരത്തേക്കും നീതുവിനെ തല്ലാൻ പാകത്തിന് കയറി ചെല്ല്. എടി നാണമില്ലാതെ എങ്ങോട്ടാടി കയറി വരുന്നു ചോദിച്ചോ. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക്. നിൻ്റെ വീടോ? നീയല്ലേ ചത്തൂന്ന് കരുതിക്കോളാൻ പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത് നാശമേ. ഞാൻ പോയി തന്ന അച്ഛൻ്റെ സ്വത്ത് മുഴുവനും നിനക്ക് ഒറ്റയ്ക്ക് വിഴുങ്ങാമെന്ന് കരുതില്ലേ നാശൂലമേ എന്ന് നമ്മുടെ നീതു. അങ്ങേരും എന്നെ കോടികൾ സമ്പാദിച്ച് വെച്ചേക്കുമല്ലേ, വാടക കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല പിന്നെ അല്ലേ. അപ്പോൾ എടാ ഇവിടെ തോന്നിയാസം കാണിച്ച് ഇറങ്ങിപ്പോയതിനും തിരിച്ചു വന്നതിനും നീ എന്തിനാണ് അച്ഛനെ പരിഹസിക്കാൻ നിൽക്കുന്നതെന്ന് അമ്മ ചോദിച്ചു. എടി നീ എന്തിനാണ് തിരിച്ചു വന്നത്? എടി എന്തിനാ വന്നതെന്ന് അമ്മ ചോദിച്ചു. അതും അവൻ്റെ കൂടെ ബൈക്കിൽ ഞെളിഞ്ഞിരുന്ന് വരാൻ നാണമില്ലടി നിനക്ക്. അന്നേരം എന്തേ അമ്മയെ ആടിക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് നീ ഇത് പറഞ്ഞു. നീ പോയ പോലെ തിരിച്ചു വരുമെന്ന് ഞാൻ പറഞ്ഞാണോടി. അവൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പം അവൻ കൈ ഒഴിഞ്ഞ് തിരിച്ചു കൊണ്ടാക്കി. എന്നിട്ട് വല്ല ഭീഷണി.
അതേ അവൻ കൈയൊഴിഞ്ഞൊന്നുമല്ല, ഞാൻ തന്നെ സ്വയം തീരുമാനിച്ച് തിരിച്ചു വന്നതാ. നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കണ്ടെന്ന് കരുതി മാത്രം. എന്നിട്ട് ഇപ്പോൾ ഉണ്ടാക്കി വെച്ച നാണക്കേടല്ലേ ഇടീന്ന് അമ്മ മോളോട് ചോദിക്കുന്നു. ലോകത്തെ ആദ്യമായിട്ട് പ്രേമിക്കുന്ന ആളത് ഞാനൊന്നും അല്ലല്ലോ, അപ്പോൾ അത്ര വലിയ നാണക്കേടൊന്നും അല്ല കേട്ടോ. തിരിച്ചു വന്നത് തെറ്റായി കാണുന്ന തള ലോകത്ത് നിങ്ങൾ മാത്രമേ കാണുകയുള്ളെന്ന് നീതു പറഞ്ഞപ്പം, അതെ നീ ഇപ്പം നാണം കെടുത്ത് തിരിച്ചെന്നത് തെറ്റ് തന്നെയാടി. അതും അവനെ കെട്ടിപ്പിടിച്ച ഈ വീടിന് മുമ്പിൽ വന്ന് നിന്നത് അതിനേക്കാളും വലിയ തെറ്റ്. അതുകൊണ്ടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതോടെ നീ എല്ലാം അവസാനിപ്പിച്ചോളണം. ഇനി അവനെ കാണാനോ സംസാരിക്കാനോ പാടില്ലെന്നും, അങ്ങനെയാണെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാൽ മതി. അല്ലെങ്കിൽ എന്താ ഇപ്പം ഇറങ്ങിക്കോളാൻ അമ്മ നീതുവിനോട് പറയുമ്പോൾ നീതുവിനെ കലിപ്പ് കയറി ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണത്തില്ല, എല്ലാവർക്കും ടാറ്റാ.